ചുമ്മാ അതെ വീട്ടിൽ ഇരുന്ന് മടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തോട്ട് പോകുന്ന കാലാവസ്ഥയാണെങ്കിലോ അടിപൊളി മഴയൊക്കെയാണ്. അങ്ങനെ ഡെലു ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയി. ഡെലുവെന്നും വീട്ടിലുള്ളവരെ ഞങ്ങൾ എന്തെങ്കിലും മാറിയും തിരിഞ്ഞും കണ്ട് അവർക്കും ബോറടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഭയങ്കര ചെറിയെന്നൊക്കെയാണ് നേരത്തെയൊക്കെ പറഞ്ഞത് നമ്മുടെ ഗ്രീൻ ഫോറസ്റ്റിൽ വന്നു. എല്ലാത്തിനും ഒരു പുതുമയുണ്ടല്ലോ. അങ്ങനെ പണ്ട് ഞങ്ങൾ പ്രേമിച്ച കാലത്ത് വന്നതാണ്, പിന്നെ പോകുന്നത് ഇപ്പോൾ കുഞ്ഞായിട്ടാണ്. ഡെലു ഒന്നെങ്കിൽ ബീച്ചിൽ പോയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു പാർക്ക് സൈഡ് അല്ലെങ്കിൽ ഒരു കായൽ അങ്ങനെ ഒരു സ്പോട്ടിലൊന്നും ഇന്നേവരെ പോയിട്ടില്ല. അപ്പം അവിടെ മുഖത്ത് അതിൻ്റേതായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു. കുഞ്ഞിന് നടക്കാൻ പറ്റുമെങ്കിൽ അവൾ ഓടിച്ചാടി അവിടെ എല്ലാം വിരളി നടന്നേനെ. അതുപോലെ കയ്യിൽ ഞൊരപ്പായിരുന്നു. പുള്ളിക്കാരത്തേക്ക് നല്ല തണുപ്പും കാറ്റും പിന്നെ അവിടെയുള്ള നല്ലൊരു അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ആദ്യം തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടുന്ന് 50 രൂപയുടെ ഒരു പാസ് എടുത്തു. ഒരാൾക്ക് 50 രൂപ വെച്ച് ഞങ്ങൾ 2 പേർക്ക് 100, കുഞ്ഞിന് വേണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹെൽമെറ്റൊക്കെ അവിടെ വെച്ചു. വണ്ടിയിൽ വെച്ചില്ല, ഞങ്ങൾ അവിടെ ഹെൽമെറ്റൊക്കെ വെച്ചു. ഞങ്ങൾ അകത്ത് കയറി. ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ ബോട്ടിംഗ് ഒന്നും എടുത്തില്ല, കാരണം കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും എടുത്തില്ല. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാനൊക്കെയാണ് ഞങ്ങൾ ചെന്നത്. പിന്നെ ഐസ്ക്രീം പാർലറും ടീ ഷോപ്പും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ ചെന്ന സമയം ഒരു മഴയുടെയൊക്കെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ടും വർക്കിംഗ് ഡേ ആയതുകൊണ്ടും അങ്ങനെ അവിടെ വലിയതായിട്ട് തിരക്കില്ലായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്നു പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അത്ര ഉള്ളായിരുന്നു, വലിയ തിരക്കൊന്നുമില്ല. സൺഡേ ഒക്കെയാണ് അവിടെ നല്ല രീതിയിൽ തിരക്കും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര കാർമേഘം, നല്ലൊരു മഴയ്ക്ക് നല്ലൊരു സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾ കുടയെടുത്തില്ല. അത് ഞങ്ങളുടെ ഒരു ഭയങ്കര കഴിവാണ്. ഞങ്ങൾക്കൊരു ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളങ്ങ് എടുക്കാറില്ല, മറന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ നിന്നപ്പോഴത്തേക്ക് നല്ലൊരു മഴ വന്നു. അങ്ങനെ ഞങ്ങൾ ഡെലിവറിയും കൊണ്ട് ഓടി. അത് കഴിഞ്ഞ് ആ മഴയൊന്ന് ചെറിയ രീതിയിലൊന്ന് ശാന്തമായപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ വെള്ളോട്ടിറങ്ങി. അങ്ങനെ ഞങ്ങൾ അടുത്ത പോയിലോട്ട് പോകുമ്പോഴാണ് അവിടെ നല്ല കുറേ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റുക, അല്ലെ വലിയവർക്ക് കളിക്കാൻ പറ്റിയ ജിം, ഓപ്പൺ ജിമ്മുണ്ട്, അല്ലാതെ അക്വേറിയം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടന്നു പോയി. അപ്പോഴത്തേക്ക് വലിയൊരു മഴ വന്നു. പിന്നെ ഞങ്ങൾ ഒട്ടും വൈകിക്കാതെ അക്വേറിയത്തിൻ്റെ അടുത്തോട്ടൊക്കെ പോയി. അവിടെ എല്ലാവരും നിൽപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ചെന്നു. അവിടെ ആണെങ്കിൽ ഓപ്പൺ ജിമ്മും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. നമുക്ക് പിന്നെ ഒന്നുമില്ല, നമ്മൾ കയറില്ല. അങ്ങനെ പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ ഗായ്സ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.